ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാർ എന്ന് അവകാശപ്പെട്ട് ലോഹ ധരിച്ച് സഭയ്ക്കെതിരെ കലഹം സൃഷ്ടിക്കുന്ന വ്യക്തികൾ ഈ വിശുദ്ധ വാരത്തിൽ ഒരു മനപരിവർത്തനം വരുത്തി സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് വിശ്വാസികൾക്കായി വിശുദ്ധ കർമ്മങ്ങൾ നിർവഹിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ക്രിസ്തു നിങ്ങളെ ആശീർവദിക്കുകയുള്ളൂ. നിങ്ങൾ അർപ്പിക്കുന്ന കർമ്മങ്ങളിൽ സംപ്രീതനാകുള്ളൂ. ശത്രുപക്ഷം ചേർന്ന് സഭയെയും ക്രിസ്തുവിനെയും അവഹേളിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മഹാ കഷ്ടമെന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ദൈവപുത്രൻ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് വിജയശ്രീലാളിതൻ. ആ യേശുവിന്റെ നാമത്തിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനെയും സഭയെയും അനുസരിച്ച് കർമ്മവും ധർമ്മവും നിർവഹിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളെ നിലയ്ക്ക് നിർത്തുവാനും ശിക്ഷണ നടപടി എടുക്കുവാനും ആർജവമുള്ള ഒരു നേതൃത്വം സഭയ്ക്കില്ലാതെ പോയി. അതുകൊണ്ടാണ് നിങ്ങൾ തോന്നിയ വഴിക്ക് തോന്നിയതുപോലെ സഞ്ചരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് പോലും നിയമവഴികളിലൂടെ പോകാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ നിയമത്തിന്റെ വഴിയെ പോയിരുന്നുവെങ്കിൽ അച്ചടക്കമുണ്ടായേനെ. സഭയ്ക്ക് കളങ്കമുണ്ടാക്കുന്നവരെ പറഞ്ഞാൽ കേൾക്കാത്തവരെ നിയമത്തിന്റെ വഴിയിലൂടെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. എല്ലാം വിശ്വാസികളുടെ തലയിലിട്ട് കാര്യം കാണാമെന്ന് കരുതുകയാണ് ഈ സഭാ നേതൃത്വം. ഇതെല്ലാം മുളയിലേ നുള്ളേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് പാംബ്ലാനി എന്ന വിമത നേതാവ് രംഗത്ത് വന്നു. അതാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക് സങ്കീർണമായത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനം വത്തിക്കാൻ ഇടപെട്ട് രാജിവെപ്പിക്കണം. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്തിട്ട് 1 വർഷമായിട്ട് നാളിതുവരെയായി മേജർ അതിരൂപതയിൽ സഭയുടെ ഔദ്യോഗിക കുർബാന നടപ്പാക്കാൻ കഴിയാത്തത് തട്ടിലിന്റെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. സ്വയം സ്ഥാനമൊഴിയാൻ തയ്യാറാകാത്ത ആർച്ച് ബിഷപ്പിന്റെ രാജി വത്തിക്കാൻ ചോദിച്ചു തന്നെ വാങ്ങണം. മേജർ അതിരൂപതാ ഭരണം വത്തിക്കാൻ നേരിട്ട് നടത്തണം. അതിരൂപതയിൽ നിലനിൽക്കുന്ന കുർബാന പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെയിൽ സന്ദേശം വിശ്വാസികൾ കൂട്ടമായി വത്തിക്കാനിലേക്കും ന്യൂൻഷോക്കിലേക്കും അയച്ചിട്ടുണ്ട്.